ഡിസ്കസ് ചെയ്യുന്നത് എക്സസൈസ് 1.1 ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ മൂന്നാമത്തെ പാർട്ടാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എക്സസൈസ് 1.1. തേർഡ് പാർട്ട് പറയുന്ന ഇതാണ്. സെറ്റ് എ തന്നിട്ടുണ്ട് 1 2 3 4 5 6. റിലേഷൻ 6 തന്നിട്ടുണ്ട്. അത് സെറ്റ് ബിൽഡർ ഫോമിൽ, അതായത് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് തന്നേക്കുന്നത്. കണ്ടീഷൻ എന്താണ്? ഓർഡേഡ് പെയർ എക്സ് വൈ സച്ച് ദാറ്റ് വൈ ഈസ് ഡിവിസിബിൾ ബൈ എക്സ് അല്ലേ. ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുമ്പ് ഡിവിസിബിലിറ്റി എന്താണെന്ന് അറിയണം. അപ്പോൾ ആദ്യം നമുക്കൊന്ന് ഡിവിസിബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ബാക്കിയുള്ളതിലേക്ക് പോകാം. ഞാൻ എക്സാമ്പിൾ പറയുന്നത് ശ്രദ്ധിക്കുക. 4 ഡിവൈഡഡ് 2. 4 കൊണ്ട് 2നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ. 2 2s are 4, കുറയ്ക്കുമ്പം 0 അല്ലേ. അതായത് റിമൈൻഡർ 0 വന്നാൽ വി ക്യാൻ സേ ഡിവിസിബിൾ ആണ് എന്ന് പറയാം. ദാറ്റ് മീൻസ് 4 ഈസ് ഡിവിസിബിൾ ബൈ 2. റിമൈൻഡർ 0 വരണം. 5 ഡിവൈഡഡ് 3. ഇത് നമുക്ക് എഴുതി ഡിവൈഡ് ചെയ്ത 1 3 കുറയ്ക്കുമ്പോൾ 2 വരും അല്ലേ. റിമൈൻഡർ ശിഷ്ടം എത്രയും വന്ന് 2 വന്നു. അതിൻ്റെ അർത്ഥം 5 ഡിവൈഡഡ് 5 ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 3 എന്നാണ്. ഓക്കെ, ഈ കോൺസെപ്റ്റ് മനസ്സിലായല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കിവിടെ എങ്ങനെ ചെയ്യാമെന്നാണ് ആലോചിക്കേണ്ടത്. ഈ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് വരാം. ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? എ എന്നുള്ളൊരു സെറ്റേ ഉള്ളൂ. ഫസ്റ്റ് നമുക്ക് എ ക്രോസ് എഴുതാം അല്ലേ. ഇതിപ്പോൾ ഒരു ചെറിയ സെറ്റാണ്, എന്നാലും എല്ലാം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എഴുതിക്കൊണ്ടിരിക്കാൻ ടൈം കിട്ടില്ല. ഇത് നിങ്ങൾക്ക് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ എഴുതിയാലേ ശരിയാകത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ എഴുതുന്നത്. ഞാൻ ഓർഡേഡ് പെയർസ് എല്ലാം എഴുതുന്നുണ്ട്. അത് നിങ്ങൾക്കറിയാമല്ലോ. 1 1 1 2 1 3 1 4 1 5 ഇങ്ങനെ എഴുതിയാലേ നമുക്ക് ഡിവിസിബിലിറ്റി പെട്ടെന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. 1 6 2 1 2 2 2 3 2 4 2 5 2 6 3 1 3 2 3 3 3 4 3 5 3 6. നിങ്ങളെല്ലാം എഴുതേണ്ട ആവശ്യമില്ല കേട്ടോ. 4 1 ഇത് എഴുതിക്കൊണ്ടിരിക്കാനുള്ള ടൈമൊന്നും കിട്ടില്ല. 4 1 4 2 4 3 4 4 4 5 4 6. അതുപോലെ നിങ്ങൾക്ക് അറിയാമല്ലോ. ബാക്കി അതുപോലെ 6 6 വരെ എഴുതാം. 6 6 വരെ ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഓക്കെ, നമുക്കിപ്പോൾ ആദ്യത്തെ സംഖ്യ നോക്കാം. ആദ്യത്തെ സംഖ്യ എന്ന് പറഞ്ഞാൽ ഇതാണ് 1 1 അല്ലേ. 1 1. ക്വസ്റ്റ്യൻ പറയുന്നത് വൈ ഈസ് ഡിവിസിബിൾ ബൈ എക്സ്. അതായത് ഓർഡർ പെയർ എക്സ് വൈ എടുത്താൽ രണ്ടാമത് എഴുതുന്ന ആൾ ഡിവിസിബിൾ ആയിരിക്കണം. അതായത് ഡിവൈഡ് ചെയ്യുമ്പം റിമൈൻഡർ 0 വരണം. അപ്പോൾ ഞാൻ 1 1 എടുക്കുവാണെങ്കിൽ ഇത് എക്സ് ഇത് വൈ അല്ലേ. അന്നേരം രണ്ടാമത് നിൽക്കുന്ന ആൾ വൈ 1 ഈസ് ഡിവിസിബിൾ ബൈ 1. ഇത് അതേ സംഖ്യ തന്നെ വരുമ്പോൾ 1 ഡിവൈഡഡ് 1 1 ടൈംസ് എഴുതി ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0. 1 1 എന്ന് പറയുന്നത് രണ്ടും അതുപോലത്തെ ഉള്ള ഡിജിറ്റാണ്. അതുപോലെയുള്ള ഡിജിറ്റ് വന്നതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഈ 1 1 എന്ന് പറയുന്നത് ഡിവിസിബിൾ ആണ്. അപ്പോൾ എങ്ങനെ എഴുതാം നമുക്ക്? റിലേഷൻ സെറ്റിൻ്റെ അകത്ത് 1 1 ഇൻക്ലൂഡ് ചെയ്യാം. അടുത്ത 1 2 എടുത്താലോ? 1 2 നമുക്ക് പറ്റുമോ? ഒന്ന് സൈഡിലേക്ക് എഴുതി നോക്കാം. 1 2 അതായത് 2 ഡിവൈഡഡ് 1 അല്ലേ. 2 ഡിവൈഡഡ് 1 എന്ന് പറയുമ്പോൾ ശരിക്കും പറ്റില്ലേ? 2 ഡിവൈഡഡ് 1 1ൻ്റെ ടേബിളിൽ 2 ഡിവൈഡഡ് 1 1 1 1 ഇൻറ്റു 2 2 അല്ലേ. ചെയ്യുമ്പോൾ റിമൈൻഡർ 0 വരും. സോ നമുക്ക് ആരും ഇൻക്ലൂഡഡ് ആണ്? 1 2 ഇൻക്ലൂഡഡ് ആണ്. നെക്സ്റ്റ് ഇതുപോലെ 1 3 നോക്കുക. 1 3യും ഇൻക്ലൂഡഡ് ആയിരിക്കും. 3 ഡിവൈഡഡ് 1
1 3 3 അല്ലേ? അന്നേരം റിമൈൻഡർ 0 വരും. 1 3 വരും, 1 4 വരും, 1 5 വരും, 1 6 വരും. അടുത്തിന് ഏതാ വരുന്നത്? 2 1 പറ്റുമോ? അടുത്ത 2 1 2 1 2 1 പറ്റുമോ? 2 1 നമുക്ക് എഴുതി നോക്കാം. തിരിച്ചാണ് വരുന്നത് അല്ലേ? y ഡിവിസിബിൾ ബൈ എക്സ് എന്ന്, അതായത് 1 ഡിവൈഡഡ് 2 ചെയ്യാൻ പറ്റുമോ ഇത്? ഇല്ലല്ലോ. ഒരു പ്രാവശ്യം പോലും നമുക്കവിടെ എഴുതാൻ പറ്റില്ല. ദാറ്റ് മീൻസ് നോട്ട് ഡിവിസിബിൾ. അപ്പോൾ ഇതുപോലെ ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തതെല്ലാം നോട്ട് ഡിവിസിബിൾ കോൺസെപ്റ്റിലേക്ക് വരും. അപ്പോൾ 1 6 വരെ വന്നാൽ പിന്നെ നമുക്കിനി എഴുതാനുള്ളത് 2 2 പറ്റും, പിന്നെ 2 4 പറ്റും ഇല്ലേ? നമ്മൾ ഇതിലോട്ട് ആദ്യം എഴുതി വെച്ച എ ക്രോസ് എയിലോട്ട് നോക്കണം. 2 3 പറ്റില്ല, 2 4 പറ്റും, 2 4 എഴുതട്ടെ, 2 4 പറ്റും, പിന്നെ 2 5 പറ്റില്ല, 2 6 പറ്റും അല്ലേ? ഇതിങ്ങനെ എഴുതി വെച്ച ഇതാ ഉപയോഗം. ഇത് നമുക്ക് നോക്കി എഴുതാം. എ ക്രോസ് ചെയ്യുന്ന ഇത് പറ്റുമോ? ഇത് പറ്റില്ല. 3 1 പറ്റില്ല, 3 2 പറ്റില്ല, 3 3 പറ്റും. നെക്സ്റ്റ് 3 4 പറ്റില്ല, 3 5 പറ്റില്ല, 3 6 പറ്റും, 4 1 പറ്റില്ല, 4 2 പറ്റില്ല, 4 3 പറ്റില്ല, 4 4 പറ്റും, 4 5 പറ്റില്ല, 4 6 പറ്റില്ല. നമുക്ക് തോന്നും 4 6 പറ്റുമെന്ന്. നമുക്ക് നോക്കാം. 6 ഡിവൈഡഡ് 4 ആണ്. ചെയ്യുമ്പോൾ റിമൈൻഡർ 2 വരും. അപ്പോൾ ഇത് ചെയ്യാൻ പറ്റില്ല. 4 6 പറ്റില്ല. പിന്നെ ഇനിയുള്ളത് 5 1 5 2 5 3 5 4 5 5 പറ്റും. ബാക്കി ആരും പറ്റത്തില്ല അവിടെ. 5 6 ഒന്നും പറ്റില്ല. 6 1 6 2 6 3 6 4 6 5 6 6 പറ്റും. ഇത്രയാണ് നമ്മുടെ റിലേഷൻ എന്ന് പറയുന്ന ഈ ഒരു സെറ്റിൻ്റെ അകത്ത് വരുന്നത്. ഇനി ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ റിഫ്ലെക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം. നമുക്കപ്പോൾ അടുത്ത് റിഫ്ലെക്സീവ് ആണോ എന്ന് നോക്കാം. റിഫ്ലെക്സീവ് ആണോ എന്ന് നോക്കാൻ പോവാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ 1 1 സെറ്റ് ആറിൻ്റെ അകത്ത് വന്നായിരുന്നു അല്ലേ? 1 1 വന്നു, 2 2 വന്നു. സോ 1 1 ബിലോങ്സ് ടു ആർ. ഏതെങ്കിലും ഒന്ന് വന്നാൽ നമുക്കവിടെ എന്ത് എഴുതാം? therefore റിലേഷൻ ഈസ് റിഫ്ലെക്സീവ്. നെക്സ്റ്റ് അതുപോലെ നമുക്ക് സിമെട്രിക്കിൻ്റെ കേസ് എടുക്കാം. സിമെട്രിക്ക് എടുത്ത് നോക്കുക. ഫോർ എക്സാമ്പിൾ നമ്മൾ ഇവിടെയുള്ള രണ്ടാമത്തെ ഡിജിറ്റ് ഒരു യെല്ലോ കളർ കൊടുക്കുവാണ്. 1 2 എടുക്കുവാണ്. അതായത് 1 2 ബിലോങ്സ് ടു ആർ എന്ന് എഴുതിയാൽ തിരിച്ച് 2 1 വരണം അല്ലേ? അങ്ങനെ 2 1 അകത്തുണ്ടോ? ഇല്ലല്ലോ. ടു 1 ഇല്ല. അപ്പോൾ നമുക്കിവിടെ എഴുതാം 1 2 ബിലോങ്സ് ടു ആർ ആണ്, പക്ഷേ 2 1 ഡസ് നോട്ട് ബിലോങ്സ് ടു ആർ. അതുകൊണ്ട് ഇത് ഇവിടെ എന്തെഴുതാം? നോട്ട് സിമെട്രിക്. അടുത്ത ട്രാൻസിറ്റീവ് നമ്മൾ ഇതുപോലെ എക്സാമ്പിൾസ് എടുത്ത് നോക്കണം. ഈ 1 2 എന്ന് തന്നെ എടുക്കാം. 1 2 ബിലോങ്സ് ടു ആർ ആണ്. അതുപോലെ നമുക്ക് പോയിട്ടെ അതിൻ്റെ അകത്ത് ആറിൻ്റെ അകത്ത് 2 4 ഉണ്ടല്ലോ. 2 4 എടുക്കാം അല്ലേ? 2 4 കാരണം ഈ 2ൽ തന്നെ തുടങ്ങണ്ടേ. 2 4 ബിലോങ്സ് ടു ആർ. അങ്ങനെയാണെങ്കിൽ ആര് ബിലോങ്സ് ടു ആയിരിക്കണം? 1 4. ഈ ആദ്യത്തതും അവസാനത്തതും ബിലോങ്സ് ടു ആയിരിക്കണം അല്ലേ? 1 4 ബിലോങ്സ് ടു ആർ ആയിരിക്കണം. 1 4 ഉണ്ടോ എന്ന് നോക്കിയേ. നമ്മുടെ എഴുതിയ ആറിൽ 1 4 ഇല്ല. യെസ് 1 4 ഉണ്ടല്ലേ. 1 4 ഇതാ കിടപ്പുണ്ട്. അപ്പോൾ 1 4 ബിലോങ്സ് ടു ആർ ആണ്. അപ്പോൾ നമുക്കിവിടെ എന്തെഴുതാം? 1 4 ബിലോങ്സ് ടു ആർ. therefore എന്താണ്? ട്രാൻസിറ്റീവ്. ഇതുപോലെ മനസ്സിലാക്കി ചെയ്യണം ഓരോ ക്വസ്റ്റ്യൻസും. ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലായാൽ നിങ്ങൾക്ക് എല്ലാം ചെയ്യാൻ പറ്റും. അടുത്ത നമ്മളുടെ 4th പാർട്ട് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മളുടെ എൻട്രൻസ് എക്സാമിനും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്.
ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഓക്കെ, അത് ഡിസ്കസ് ചെയ്യാം. റിലേഷൻ ആർ ഇൻ ദ സെറ്റ് ഇസഡ് ഓഫ് ഓൾ ഇൻറ്റീജേഴ്സ് ഡിഫൈൻഡ് ബൈ, അവിടെ എ എന്നുള്ള സെറ്റ് ഒന്നും തന്നിട്ടില്ല അല്ലേ, ആറ് മാത്രം തന്നിട്ടുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് ബിൽഡർ ഫോമിൽ, സെറ്റ് ബിൽഡർ ഫോം, സ്റ്റേറ്റ്മെൻറ്റ് ഫോം അല്ലേ. എക്സ് മൈനസ് വൈ ഈസ് ആൻ ഇൻറ്റീജർ. ഇതാണ് ക്വസ്റ്റ്യൻ. ഈ എക്സും വൈയും എല്ലാവരും ഇൻറ്റീജേഴ്സാണ് കേട്ടോ, അതെപ്പോഴും ശ്രദ്ധിക്കണം. ഇവിടെ നമുക്ക് എ എന്ന് പറയുന്ന ഒരു സെറ്റ് തന്നിട്ടില്ല അല്ലേ, ഉണ്ടെങ്കിലല്ലേ നമുക്ക് അതിനെക്കുറിച്ച് അങ്ങനെ ആലോചിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇമാജിൻ ചെയ്യണം, എയ്ക്ക് പകരമാണ് അവർ തന്നിരിക്കുന്ന ഇസഡ് എന്ന് പറയുന്ന സെറ്റ്. ഇത് നിങ്ങളെ എഴുതണം എന്നില്ല, നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നാൽ മതി. ഞാനൊരു -2, -1, 0, 1, 2 ഇങ്ങനെ എടുക്കുവാണ്. അപ്പം ശരിക്കും ഇസഡ് ക്രോസ് ഇസഡ് ആണ് കാണേണ്ടത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇസഡ് ക്രോസ് ഇസഡ് എടുക്കുമ്പോൾ -2 -2 വരും, -2 അപ്പുറത്തും അതായത് വേറൊരു ഇസഡ് സെറ്റ് ഉണ്ടെങ്കിൽ അവിടെയുള്ള -1 വരും, ഇങ്ങനെ വരുമെന്നറിയാമല്ലോ. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഒരുപോലെയുള്ള ആൾക്കാർ ഇതിൻ്റെ അകത്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ അതുണ്ടെന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് എന്താ എഴുതാം, റിഫ്ലെക്സീവ് കണ്ടീഷനിൽ എ ബിലോങ്സ് ടു ആർ. ഇവിടെ നമുക്ക് എക്ക് പകരം ഇവിടെ നമുക്ക് എന്ത് എഴുതാം എന്നറിയാമോ, ക്വസ്റ്റ്യനിൽ എക്സും വൈയും ഒക്കെ ആയതുകൊണ്ട് ആ രീതിക്ക് എഴുതുന്നതാണ് നല്ലത്. ഈ ഒരു ക്വസ്റ്റ്യനിൽ എക്സ് വൈ ബിലോങ്സ് ടു എക്സ് വൈ അല്ല, എക്സ് എക്സ്, എക്സ് എക്സ് ബിലോങ്സ് ടു, അതുകൊണ്ട് എന്താണ് ഇത് റിഫ്ലെക്സീവ് ആണല്ലേ, therefore റിഫ്ലെക്സീവ്. ഇത് കുറച്ചും കൂടെ ചില ടീച്ചേഴ്സ് ഇങ്ങനെ പഠിപ്പിക്കും നിങ്ങളെ, കാരണം എക്സ് മൈനസ് വൈ ഈസ് ആൻ ഇൻറ്റീജർ റിലേഷൻ്റെ അകത്ത് തന്നേക്കുന്ന കണ്ടോ, ആ കോൺസെപ്റ്റ് ഉള്ളതുകൊണ്ട് വി ക്യാൻ സേ എക്സ് മൈനസ് എക്സ് ഈസ് ആൻ ഇൻറ്റീജർ. എങ്ങനെയാണ് ഇൻറ്റീജർ ആയത്, എക്സ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്തായി മാറി, 0 ഈസ് ആൻ ഇൻറ്റീജർ. കറക്റ്റ് അല്ലേ. ഇങ്ങനെയും ചില ടീച്ചേഴ്സ് പഠിപ്പിക്കാറുണ്ട്. അല്ലെങ്കിൽ ജസ്റ്റ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രം എഴുതാം. നിങ്ങൾ രണ്ടും എഴുതി വയ്ക്കുക, കാരണം ഇത് എക്സാമിന് ചോദിക്കുന്നതാണ്. സോ ഇറ്റ്സ് റിഫ്ലെക്സീവ്. ഇനി നമുക്ക് നെക്സ്റ്റ് ഏതിലേക്ക് പോവാം, സിമെട്രിക്. സിമെട്രിക് നമ്മുടെ റിലേഷൻ ഓർമ്മ വേണേ. റിലേഷൻ സെറ്റിൻ്റെ അകത്ത് എന്താ പറഞ്ഞിരുന്നത്, ഓർഡേഡ് പെയർ എക്സ് വൈ സച്ച് ദാറ്റ് എക്സ് മൈനസ് വൈ ഈസ് ആൻ ഇൻറ്റീജർ. ഇവിടെ നോക്കിക്കോ, നമ്മളുടെ കണ്ടീഷൻ എന്താണ്, എക്സ് വൈ ഈസ് ആൻ ഇൻറ്റീജർ ആണെങ്കിൽ, അതായത് എക്സ് വൈ ബിലോങ്സ് ടു ആർ ആണെങ്കിൽ വൈ എക്സ് ബിലോങ്സ് ടു ആർ ആയിരിക്കണം അല്ലേ. ഇവിടെ സംഖ്യകളൊക്കെ വെച്ച് നമുക്ക് പ്രൂവ് ചെയ്യാൻ പാടാം. സോ വി ക്യാൻ ഫസ്റ്റ് കൺസിഡർ, ആദ്യം നമുക്ക് എടുക്കാം എക്സ് വൈ ബിലോങ്സ് ടു ആർ. അപ്പോൾ നമ്മളുടെ റിലേഷൻ വെച്ചിട്ട് ആർ എന്ന് പറഞ്ഞ സെറ്റിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ്, എക്സ് മൈനസ് വൈ ഈസ് ആൻ ഇൻറ്റീജർ. ഞാനൊരു എക്സാമ്പിൾ പറയുവാണ്, ഞാൻ സൈഡിലോട്ട് എഴുതുവാണ്. 5 ഒരു ഇൻറ്റീജർ ആണെങ്കിൽ -5ഉം ഒരു ഇൻറ്റീജർ ആയിരിക്കില്ലേ, അല്ലെങ്കിൽ 17 ഒരു ഇൻറ്റീജർ ആണെങ്കിൽ -17ഉം ഇൻറ്റീജർ ആയിരിക്കില്ലേ. അപ്പോൾ ആ കോൺസെപ്റ്റ് യൂസ് ചെയ്ത് എക്സ് മൈനസ് വൈ ഇൻറ്റീജർ ആണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈൻ അല്ലേ, ഓപ്പോസിറ്റ് സൈൻ എന്ന് പറയുന്നതിന് ഞാനൊന്ന് തിരിച്ചെഴുതിയാലും മതി. ഇവിടെ y - x അതും എന്തായിരിക്കും, ഇൻറ്റീജർ ആയിരിക്കും. മനസ്സിലായോ ആ കോൺസെപ്റ്റ്, അല്ലെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ 13 - 7 ഒരു ഇൻറ്റീജർ ആണല്ലേ, കുറയ്ക്കുമ്പോൾ ഒരു ആൻസർ കിട്ടും. 7 - 13 ചെയ്യുമ്പോഴും എന്തായിരിക്കും, മറ്റൊരു ഇൻറ്റീജർ ആയിരിക്കും. ആ ഒരു കോൺസെപ്റ്റേ ഉള്ളൂ, അല്ല വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, തിരിച്ചെഴുതാം, വൈ എക്സ് ബിലോങ്സ് ടു ആർ. അതെങ്ങനെയാണ് മനസ്സിലായോ, ഇത് എക്സ് വൈ സച്ച് ദാറ്റ് എക്സ് മൈനസ് വൈ ഈസ് ആൻ ഇൻറ്റീജർ. ഇവിടെ y - x ഇൻറ്റീജർ എന്ന് വന്നപ്പോൾ വൈ എക്സ് ബിലോങ്സ് ടു ആർ. Therefore relation is symmetric. Next, transitive. ട്രാൻസിറ്റീവ് നമുക്കറിയാമെന്നുള്ള കണ്ടീഷൻ ഒന്ന് മനസ്സിൽ കൂടി വരണം.
ഈ സിമെട്രിക്ക് ചെയ്തതുപോലെ തന്നെയാണ്. സംഖ്യ എടുത്ത് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. എക്സ് വൈ ബിലോങ്സ് ടു ആർ, വൈ സെഡ് ബിലോങ്സ് ടു ആർ. അങ്ങനെയാണെങ്കിൽ എന്താണ്? എക്സ് ഇസഡ് ബിലോങ്സ് ടു ആർ ആയിരിക്കണം. ഇതാണ് മനസ്സിൽ നമുക്ക് വേണ്ടത്, ഇതാണെന്ന് ഒന്ന് ഉണ്ടായിരിക്കണം. നമുക്കിപ്പോൾ അതൊന്ന് നോക്കാം. ഞാൻ എക്സ് വൈ ബിലോങ്സ് ടു ആർ എന്ന് എടുക്കുന്നു. അതേസമയം ആൻഡ് വൈ ഇസഡ് ബിലോങ്സ് ടു ആർ, ഇത് നമുക്ക് ട്രാൻസിറ്റീവിന് എടുക്കാൻ പറ്റുന്നതാണ്. എക്സ് വൈ ബിലോങ്സ് ടു ആർ എന്ന് വെച്ചാൽ എന്താണ്? റിലേഷൻ സെറ്റ് വെച്ചിട്ട് എക്സ് മൈനസ് വൈ ഈസ് ആൻ ഇൻറ്റിജർ. ആൻഡ് വൈ ഇസഡ് ബിലോങ്സ് ടു ആർ എന്ന് വെച്ചാൽ റിലേഷൻ സെറ്റ് വെച്ച് എങ്ങനെ പറയാം? വൈ മൈനസ് ഇസഡ് ഈസ് ആൻ ഇൻറ്റിജർ. ഇനി ഇവരെ തമ്മിൽ ഒരു കാര്യം ചെയ്യുവാണ്. നമുക്ക് ഈ എഴുതി വെച്ചിരിക്കുന്ന എക്സ് ഇസഡ് ബിലോങ്സ് ടു ആർ എന്ന് വരാൻ വേണ്ടി വി ക്യാൻ സം അപ്പ് ദീസ് ടു, ഇത് രണ്ടും കൂടി കൂട്ടാം. ഏതൊക്കെയാണ്? ഈ എക്സ് മൈനസ് വൈയും ഈ വൈ മൈനസ് ഇസഡും കൂട്ടുമ്പോൾ എന്ത് വരും? മൈനസ് വൈയും പ്ലസ് വൈയും കട്ടായി പോവും. അങ്ങനെ എക്സ് മൈനസ് ഇസഡ് വരും. അപ്പം ഇതും എക്സും ഇസഡും രണ്ട് സംഖ്യകളാണ്. അത് കുറയ്ക്കുമ്പോഴും അതെന്തായിരിക്കും? ഈസ് ഓൾവേസ് ആൻ ഇൻറ്റിജർ. അങ്ങനെ വന്നാൽ വാട്ട് വി ക്യാൻ സേ? എക്സ് ഇസഡ് ബിലോങ്സ് ടു ആർ. ഞാനിവിടെ 3 ടിക്കറ്റ് വയ്ക്കുന്ന അതേ കണ്ടീഷൻ കിട്ടിയില്ലേ? Therefore, relation is transitive. ഈസി അല്ലേ ഈ കോൺസെപ്റ്റ്? പക്ഷെ ഇത് നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കണം കേട്ടോ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് 5th ക്വസ്റ്റ്യൻ. അതിലെ എ പാർട്ട്. Capital R is equal to a ordered pair xy such that x and y work at the same place. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമ്പോഴേ നിങ്ങളുടെ ഒരു ഫ്രണ്ടിനെയും കൂടെ, നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ടും, ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടീന് മൂന്നാമതൊരാൾ വേണം. സോ മറ്റൊരു ഫ്രണ്ട്, ആ രീതിക്ക് എടുക്കുക. ഓക്കെ, ഇതിൽ നമുക്ക് എ എന്നുള്ള സെറ്റൊന്നും ഇല്ല. സോ നമ്മളെ വെച്ച് തന്നെ എക്സാമ്പിളായിട്ട് എടുക്കുക. ഫസ്റ്റ് നമുക്ക് റിഫ്ലെക്സീവ് ചെക്ക് ചെയ്യാം. റിഫ്ലെക്സീവിൻ്റെ കണ്ടീഷൻ ഇതാണ്. ആകെ ശരിക്കും ഇവിടെ ഇത്രയേ ഉള്ളൂ എഴുതാൻ. എ ബിലോങ്സ് ടു ആർ. എന്തുകൊണ്ടാണ്? ഇവിടെ എക്ക് പകരം നമുക്ക് വേണമെങ്കിൽ ഇവിടെ എക്സും വൈയും അല്ലേ. സോ നമുക്ക് എക്സ് ആക്കാം. എക്സ് ബിലോങ്സ് ടു ആർ. എന്തുകൊണ്ടാണ് ഈ റിഫ്ലെക്സീവ് എന്ന് പറഞ്ഞാൽ ഒരാളെന്നല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ മുന്നേയൊക്കെ 1 ബിലോങ്സ് ടു ആർ എന്നൊക്കെ എഴുതിയപ്പോൾ ഞാനും മറ്റൊരു ഞാനുമില്ല, ഞാൻ തന്നെയാണ് അല്ലേ. സെയിം പ്ലേസിലാണ് വർക്ക് ചെയ്യുന്നത്. എക്സ് എന്ന് പറയുന്നത് മറ്റൊരു എക്സ് എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ്. അപ്പോൾ ഒരേ പ്ലേസ്, ഒരാളെക്കുറിച്ച് തന്നെയാണ് ആ സെയിം പ്ലേസിൽ വർക്ക് ചെയ്യുന്നതെന്ന് പറയുന്നത്. therefore റിഫ്ലെക്സീവ്. നെക്സ്റ്റ് സിമെട്രിക്. സിമെട്രിക് എങ്ങനെയായിരിക്കും? നല്ല രസമാണ് ആലോചിക്കുക. എക്സ് വൈ ബിലോങ്സ് ടു ആർ. ഇതിൻ്റെ അർത്ഥം എന്താ? ആർ എന്ന് പറയുന്ന സെറ്റിൽ പറഞ്ഞിരിക്കുന്നത്, റിലേഷൻ സെറ്റിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? എക്സും വൈയും ഒരേ സ്ഥലത്ത് വർക്ക് ചെയ്യുവാണ് അല്ലേ. എനിക്കിതിനെ തിരിച്ചും പറഞ്ഞൂടെ? എങ്ങനെയാ? ഇംപ്ലൈസ് വൈ എക്സ് ബിലോങ്സ് ടു ആർ. എക്സ് ഫസ്റ്റ് പേഴ്സണും വൈ സെക്കൻഡ് പേഴ്സണായിട്ട് എടുക്കുക. ആദ്യത്തെ വരിയിൽ പറഞ്ഞിരിക്കുന്നത് എക്സ് വൈ ബിലോങ്സ് ടു ആർ. എക്സും വൈയും ഒരു സ്ഥലത്താണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അത് തിരിച്ചും പറയുമ്പോൾ രണ്ടാമത്തെ പേഴ്സണും ആദ്യത്തെ പേഴ്സണും ഒരു സ്ഥലത്ത് തന്നെയാണ് വർക്ക് ചെയ്യുന്നത് അല്ലേ. therefore സിമെട്രിക്. നെക്സ്റ്റ് ട്രാൻസിറ്റ്. ഇത് അതിനേക്കാളും രസമാണ്. എക്സ് വൈ ബിലോങ്സ് ടു ആർ, വൈ ഇസഡ് ബിലോങ്സ് ടു ആർ. നിങ്ങൾക്ക് തന്നെ ഇത് പറഞ്ഞു നോക്കാൻ പറ്റും. എക്സ് വൈ എന്ന് പറയുന്നത് എക്സും വൈയും ഒരു പ്ലേസിലാണ് വർക്ക് ചെയ്യുന്നത്. വൈ ഇസഡ് എന്ന് പറയുന്നത് വൈ ഇസഡ് ബിലോങ്സ് ടു ആർ എന്ന് പറയുന്നത് വൈയും ഇസഡും ഒരിടത്താണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഉറപ്പിച്ചൂടെ നമുക്ക് എക്സും ഇസഡും ഒരു സ്ഥലത്താണ് വർക്ക് ചെയ്യുന്നതെന്ന്? therefore നമുക്ക് എന്ത് പറയാം? ട്രാൻസിറ്റീവ്.
ഇതൊക്കെ ഇങ്ങനെ ചിന്തിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൻ്റെ ലോജിക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ബി പാർട്ട്. അത് പറഞ്ഞു തന്നാൽ മതിയായിരിക്കുമല്ലോ നിങ്ങൾക്ക്. ശ്രദ്ധിച്ചോ. ആർ ഈക്വൽ ടു എക്സ് വൈ സച്ച് ദാറ്റ് എക്സ് ആൻഡ് വൈ ലീവ് ഇൻ ദ സെയിം ലൊക്കാലിറ്റി. ഇതുപോലെ അങ്ങ് എടുത്താൽ മതി. ഈ 5th ക്വസ്റ്റ്യൻ്റെ എ പാർട്ട് ചെയ്തതുപോലെ തന്നെയാണ് ബി പാർട്ട് ചെയ്യേണ്ടത്. ആദ്യത്തെ റിഫ്ലെക്സീവിൽ എക്സും എക്സും ഒരാൾ തന്നെയാണ്. എക്സിനെ പോലെ ഇരിക്കും, എന്നെ പോലെ ഇരിക്കുന്നത് ഞാൻ തന്നെയാണ്. അത് ഈവൻ ട്വിൻസ് ആണെങ്കിൽ പോലും. ഓക്കെ, അങ്ങനെ ആലോചിക്കരുത്. സോ ഞാനെന്നുള്ളത് ഈ ലോകത്ത് ഒരാളേ ഉള്ളൂ. അപ്പോൾ റിഫ്ലെക്സീവ് എക്സ് എക്സ് ബിലോങ്സ് ടു ആർ എന്ന് എഴുതുക. റിഫ്ലെക്സീവ് സെക്കൻഡ് സിമെട്രിക് എക്സ് വൈ ബിലോങ്സ് ടു ആർ. സെയിം ലൊക്കാലിറ്റിയിൽ താമസിക്കുന്ന 2 പേര്, തിരിച്ച് വൈ എക്സ് ബിലോങ്സ് ടു ആർ എന്ന് എഴുതാം. തേർഡ് ട്രാൻസിറ്റീവും ഇതുപോലെ തിങ്ക് ചെയ്ത് നമുക്കത് ട്രാൻസിറ്റീവ് എന്ന് എത്താൻ പറ്റും. ഓക്കെ, അത് എഴുതേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് സി പാർട്ടിലേക്ക് പോകാം. സി പാർട്ട് R is equal to set ordered pair xy such that x is exactly 7 centimeter taller than y. അല്ലേ? ഇതും തിങ്ക് ചെയ്യേണ്ട രീതി നിങ്ങൾക്ക് തിങ്ക് ചെയ്യാൻ പറ്റും. മുന്നേ 2 ക്വസ്റ്റ്യൻ ചെയ്തില്ലേ, വർക്ക് പ്ലേസും സെയിം ലൊക്കാലിറ്റിയും അതുപോലെ. ഇപ്പോൾ ഇതിൽ ഞാൻ എന്നുള്ള വ്യക്തി ഒരാളേ ഉള്ളൂ. അപ്പോൾ എനിക്ക് മറ്റൊരാളുമായിട്ട് എന്നെ തന്നെ കമ്പയർ ചെയ്ത് 7 സെൻറ്റിമീറ്റർ കൂടുതലെന്ന് പറയാൻ പറ്റില്ല. സോ ഇറ്റ്സ് ഡസ് നോട്ട് ബിലോങ്സ് ടു അവർ. therefore not reflexive. നെക്സ്റ്റ് സിമെട്രിക്. എക്സ് വൈ ബിലോങ്സ് ടു ആർ, ഇറ്റ്സ് ഓക്കെ. എക്സ് എന്ന് പറയുന്ന ആളിന് 7 സെൻറ്റിമീറ്റർ കൂടുതലാണ് വൈയേക്കാളും. പക്ഷെ തിരിച്ചത് ശരിയാവുമോ? എക്സിനല്ലേ നീളം കൂടുതൽ. അപ്പോൾ തിരിച്ച് പറയുമ്പം നോട്ട് സാറ്റിസ്ഫൈഡ് ആണ്. therefore നോട്ട് സിമെട്രിക്. അടുത്ത ട്രാൻസിറ്റീവ് അതിനേക്കാളും രസമാണ്. നിങ്ങൾ എന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ട്രാൻസിറ്റീവിൻ്റെ കേസ് എക്സ് വൈ ബിലോങ്സ് ടു ആർ പറയാം. ഓക്കെ, വൈ സെഡ് ബിലോങ്സ് ടു വൈ എന്ന് പറയുന്ന ആളിനേക്കാളും 7 സെൻറ്റിമീറ്റർ കൂടുതലാണ് ഇസഡിന്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരിക്കലും എക്സ് ഇസഡ് ബിലോങ്സ് ടു ആർ എന്ന് പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് ഡസ് നോട്ട് ബിലോങ് ടു വന്നേ? ഈ എക്സും വൈയുമായിട്ട് എക്സിനേക്കാളും 7 സെൻറ്റിമീറ്റർ കൂടുതലാണ് വൈക്ക്. എക്സ് ഈസ് എക്സാക്ട് എക്സിനാണ് 7 സെൻറ്റിമീറ്റർ കൂടുതൽ വൈയേക്കാളും. അതുപോലെ ഇവിടെ വരുമ്പോൾ അതേ ഒരു കോൺസെപ്റ്റ് വരും. പക്ഷെ ഇവിടെ ഇവരുടെ കമ്പാരിസൺ വരുമ്പോൾ ഏകദേശം രണ്ടും കൂടെ ചേർന്ന് 14 സെൻറ്റിമീറ്ററോളം കൂടുതൽ എന്നുള്ള കോൺസെപ്റ്റ് വരും. അതുകൊണ്ടാണ് നോട്ട് ബിലോങ്സ് ടു ആർ എന്ന് പറയുന്നത്. therefore നോട്ട് ട്രാൻസിറ്റീവ്. അടുത്ത് ഡി പാർട്ടും ഈ പാർട്ടും നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കതൊരു ഈസി വേ ആയിരിക്കും. എക്സ് ഈസ് വൈഫ് ഓഫ് വൈ. റിഫ്ലെക്സീവ് ആയിരിക്കുമോ? അല്ലല്ലോ. റിഫ്ലെക്സീവ് എപ്പോഴെങ്കിലും ആവാൻ പറ്റുമോ? ഭാര്യയും ഭർത്താവും 2 പേഴ്സണാണ്. അപ്പം ഞാൻ എന്നെ തന്നെ വെച്ച് പറഞ്ഞാൽ പറ്റില്ലല്ലോ, ഒരാളും കൂടി വേണമല്ലോ. സോ ഇറ്റ്സ് ഡസ് നോട്ട് ബിലോങ്സ് ടു ആർ, നോട്ട് റിഫ്ലെക്സീവ്. കുറച്ച് സ്പീഡിൽ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് വിചാരിച്ചിട്ടാണ്. നമ്മുടെ ഡെയിലി എക്സാമ്പിളായിട്ടൊന്ന് ആലോചിച്ചാൽ മതി. നെക്സ്റ്റ് സിമെട്രിക്. എക്സ് വൈ ബിലോങ്സ് ടു ആർ. ഓക്കെ, എക്സ് ഈസ് വൈഫ് ഓഫ് വൈ. ഇത് തിരിച്ച് വൈ എക്സ് ബിലോങ്സ് ടു ആർ എന്ന് എഴുതാൻ പറ്റുമോ? ഇല്ലല്ലോ, അർത്ഥം മാറി വരത്തില്ലേ. therefore നോട്ട് സിമെട്രിക്. ഞാൻ ഫുൾ എഴുതുന്നില്ല, നിങ്ങൾക്ക് എഴുതാൻ അറിയാമല്ലോ. നെക്സ്റ്റ് ട്രാൻസിറ്റീവ്. എക്സ് വൈ ബിലോങ്സ് ടു ആർ. എക്സ് ഈസ് വൈഫ് ഓഫ് വൈ. എക്സ് വൈഫാണ്. എക്സ് വൈഫും വൈ ഹസ്ബൻഡും.
അടുത്തത് നമുക്ക് എഴുതുമ്പോഴേ അതൊരു ലോജിക്ക് ഇല്ല. ഓക്കെ, എനിവേ വി ക്യാൻ സ്റ്റാർട്ട്. വൈ ഇസഡ് എക്സ് ആദ്യം പറഞ്ഞത് എക്സ് ഈസ് വൈഫ് ഓഫ് വൈ എന്ന്. പിന്നെ ഈ വൈ ഈസ് വൈഫ് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞാവോ? ഇല്ലല്ലോ. സോ അവിടെ തന്നെ ഡസ് നോട്ട് ബിലോങ്സ് ടു ആർ വരുന്നുണ്ട്. സോ എക്സ് ഇസഡ് ഡസ് നോട്ട് ബിലോങ്സ് ടു ആർ, ദെർഫോർ നോട്ട് ട്രാൻസിറ്റീവ്. എളുപ്പമല്ലേ? നിങ്ങൾക്ക് അതുപോലെ ഈ പാർട്ട് ചെയ്തൂടെ? എക്സ് ഈസ് ഫാദർ ഓഫ് വൈ ഒരിക്കലും റിഫ്ലെക്സീവ് ആയിരിക്കില്ല, സിമെട്രിക് ആയിരിക്കില്ല, ട്രാൻസിറ്റീവ് ആയിരിക്കില്ല. സോ യു ക്യാൻ ട്രൈ യുവർ ഓൺ വേ. അപ്പോൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്ന നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്സിൽ വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഓക്കെ, താങ്ക് യു സോ മച്ച്.